നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ IAEA ചർച്ച ചെയ്തതും അതിനകത്ത് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച് IAEA നിലവിലെ മാനദണ്ഡങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി എന്നുള്ളത് മാത്രമല്ല, ഇറാൻ ഒരു കാരണവശാലും സഹകരിക്കില്ല എന്ന് വളരെ വ്യക്തമായി ഒരു സന്ദേഹവുമില്ലാതെ പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നോക്കൂ, 9 10 ന്യൂക്ലിയർ ബോംബുകൾ അടിയന്തരമായി ഇറാൻ തയ്യാറാക്കുകയാണ്, അണിയറയിൽ തയ്യാറാക്കി സജ്ജീകരിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ 25 കിലോഗ്രാം വരെയാണ് ഒരു ന്യൂക്ലിയർ ബോംബിനായി അവർ ഉപയോഗിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന അവരുടെ കയ്യിലുള്ള യുറേനിയം എന്ന് പറയുന്നത് 400 കിലോയിൽ കൂടുതൽ ഉണ്ട് നിലവിൽ. അതായത് 90%-ലധികം സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയമാണ് ബോംബ് നിർമ്മാണത്തിനും മറ്റും വളരെ വ്യക്തമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണെങ്കിൽ 12 മുതൽ 15 വരെ ബോംബുകൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് തിരിയാൻ ഇറാന് യാതൊരു മടിയുമില്ല. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലാണ് ഇറാൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസക്സിയാൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, അതായത് ലോകരാജ്യങ്ങൾ കൃത്യമായി ഇറാനെ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഇറാന്റെ ശക്തിയും ഇറാന്റെ ധൈര്യത്തോടെയുള്ള ഈ പെരുമാറ്റവും അത് ലോകരാജ്യങ്ങളെ, പ്രത്യേകിച്ചും നിരായുധരായിട്ടുള്ള, ശക്തി താരതമ്യേന കുറഞ്ഞിരിക്കുന്ന, അതല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം ഒന്നും തന്നെ നടത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത, ന്യൂക്ലിയർ ഫെസിലിറ്റി വളരെ തോതിലൊന്നും ഇല്ലാത്ത രാജ്യങ്ങളെ പോലും ഇതൊരു വലിയ തോതിൽ ഉത്തേജിപ്പിക്കുന്ന സംഭവമാണ് ഇറാൻ നടത്തുന്ന ഈ ചെറുത്തുനിൽപ്പ് എന്ന വാചകം. ട്രംപിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച മറുപടിയാണ്, ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും മികച്ച മറുപടിയാണ്. നമുക്ക് ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയുടെ ഉപരോധത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് റഷ്യയും ചൈനയും നടത്തുന്ന നീക്കങ്ങൾ, ചൈനയുടെ ഒരു ഷിപ്പ് ഇതിനോടകം തന്നെ കടന്നുപോയതും, അമേരിക്ക ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെയോ അതിന് സമാനമായിട്ടുള്ള ഇറാന്റെ റഡാർ നിയന്ത്രിക്കുന്ന മറ്റ് പല മേഖലകളിലൂടെയോ കടന്നു പോകാൻ ശ്രമിക്കുന്നില്ല. അവർ വലിയ രീതിയിൽ ഹൂതി വിമതരെ ഭയക്കുകയാണ്. അമേരിക്കയ്ക്ക് ഏത് നിമിഷവും ഭീഷണി നേരിടാം, അറ്റാക്ക് ഉണ്ടായേക്കാം. അത് അമേരിക്കയെ വല്ലാതെ ഭീരുക്കളാക്കുകയാണ്. വാസ്തവത്തിൽ ഏറ്റവും വലിയ ഭീരുവായി ഈ നൂറ്റാണ്ടിൽ ഡൊണാൾഡ് ട്രംപ് പര്യവസാനിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ വാചകമൊന്നും, വാചക കസർത്തൊന്നും അമേരിക്ക ചെവി കൊള്ളുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തള്ള് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. താൻ പറയുന്ന തള്ള്, അതായത് രാവിലെ വന്ന് തള്ളി മറിക്കുമ്പോൾ ഉച്ചയ്ക്ക് പരസ്പര ബന്ധമില്ലാതെ പുലഭ്യം മാത്രം വിളിച്ചു പറയുന്ന ഒരു വയസ്സൻ, ഒരു പടുകിഴവൻ. അതാണ് വാസ്തവത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ട്രംപിൻ്റെ വാക്ക് എന്ന് പറയുന്നത് ചൈനക്കാരോ അതല്ലെങ്കിൽ റഷ്യൻ എംബസിയോ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ട്രംപിനെ ഒരു വിവരദോഷിയായാണ് ഇവരെല്ലാവരും കാണുന്നത്.